പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥി അമ്മുവിന്റെ മരണത്തിൽ 3 പ്രതികൾക്ക് ജാമ്യമില്ല. പ്രതികളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. പത്തനംതിട്ട ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഒന്നാണ് കേസ് പരിഗണിച്ചത്. അറസ്റ്റിലായ പ്രതികളെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ ABVP പ്രവർത്തകരുടെ പ്രതിഷേധവുമുണ്ടായി. AV ജയശങ്കർ ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി. ജയശങ്കർ, 3 സഹപാഠികൾ, ഇവരുടെ ഈ കുറ്റകൃത്യത്തിലെ പങ്ക് എങ്ങനെ, ഏത് തരത്തിലായിരുന്നു എന്ന് പ്രോസിക്യൂഷന്റെ വാദം? എന്തൊക്കെ തെളിവുകളാണ് ഈ 3 പെൺകുട്ടികൾക്കെതിരെ പ്രോസിക്യൂഷൻ പോലീസ് നിരത്തുന്നത്? അതായത് അമ്മു സജീവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കോടതിയിൽ വലിയ വാദഗതിഗതികൾ നടന്നു. അതായത് ഈ 3 പ്രതികൾക്കും ഈ ഒരു ഘട്ടത്തിൽ ജാമ്യം നൽകിയാൽ ഇവർ തെളിവ് നശിപ്പിക്കുന്ന എന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചത്. അതായത് ഈ ലോഗ് ബുക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്താനുണ്ട്. ഈ പെൺകുട്ടികളുടെ മൊബൈൽ ഫോണിൽ ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായക തെളിവുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ ഘട്ടത്തിൽ ജാമ്യം നൽകിയാൽ ഇവർ ഈ തെളിവുകളെല്ലാം നശിപ്പിക്കും. അതുകൊണ്ട് തന്നെ ഇവരെ ജാമ്യത്തിൽ വിടരുത് എന്നൊരു വാദമാണ് പ്രോസിക്യൂഷൻ കോടതിക്ക് മുന്നിൽ വെച്ചത്. അതേസമയം പ്രതിഭാഗം പെൺകുട്ടികളുടെ പ്രായം പരിഗണിച്ചുകൊണ്ട് ഇവർക്ക് ജാമ്യം അനുവദിക്കണം. 20-22 വയസ്സ് പ്രായമുള്ള പെൺകുട്ടികളാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ജാമ്യം അനുവദിക്കണം. പ്രോസിക്യൂഷൻ്റെ പക്കൽ ശക്തമായ തെളിവുകളില്ല എന്നുള്ള കാര്യവും അന്വേഷണവുമായി സഹകരിക്കും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കോടതിക്ക് മുന്നിൽ വെച്ചു. പക്ഷേ കോടതി കൃത്യമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിശദമായ കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. പ്രാഥമികമായി ഇപ്പോൾ നിലവിൽ ചുമത്തിയിരിക്കുന്ന ആത്മഹത്യാ പ്രേരണ കുറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അനുസരിച്ച് നിലവിൽ ജാമ്യം അനുവദിക്കാൻ സാധിക്കില്ല എന്നൊരു നിലപാടിലേക്ക് പ്രോസിക്യൂഷൻ്റെ എതിർപ്പ് പരിഗണിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതോടുകൂടി കോടതി 14 ദിവസത്തേക്ക് 3 പ്രതികളെയും നിലവിൽ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ജുഡീഷ്യൽ കസ്റ്റഡിയിലായിരിക്കും പ്രതികൾ ഉണ്ടാവുക. 3 പ്രതികളുടെയും ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തിയിരുന്നു. കുടുംബം ഈ മരണം നടന്ന ആദ്യഘട്ടം മുതൽ കൃത്യമായി 3 പെൺകുട്ടികൾക്കെതിരെയും കൃത്യമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ഈ 3 പെൺകുട്ടികൾക്കും തങ്ങളുടെ മകളുടെ മരണത്തിൽ പങ്കുണ്ട്. ഇവർ കൃത്യമായി വലിയ തോതിൽ മാനസികമായി മകളെ പീഡിപ്പിച്ചു എന്നാണ് കുടുംബം ആരോപിച്ചത്. അത്തരത്തിൽ കുടുംബത്തിൻ്റെ വാദഗതികൾ പോലീസ് പരിശോധിച്ചു. കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട് കുടുംബത്തിൻ്റെ മൊഴിയെടുത്തു. കോളേജിൽ നിന്നുൾപ്പെടെ തെളിവുകൾ ശേഖരിച്ചു. കോളേജ് നടത്തിയ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് എടുത്തു. ഈ കുട്ടികൾ തന്നെ കോളേജിൽ എഴുതി നൽകിയ സത്യവാങ്മൂലം പരിശോധിച്ചു. അമ്മുവിൻ്റെ ഡിജിറ്റൽ രേഖകൾ പരിശോധിച്ചു. എല്ലാം പരിശോധിച്ചാണ് പോലീസ് കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രതികളെ ഹാജരാക്കിയത്. എന്തായാലും ഇന്ന് ഈ ആരോപണങ്ങളെക്കുറിച്ചോ ഈ തെളിവുകളെക്കുറിച്ചോ കോടതിയിൽ പോലീസ് ഒന്നും പറഞ്ഞില്ല. കൂടുതൽ അന്വേഷണം നടത്താനുണ്ട്. ഈ പ്രതികളെ